ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഗെറ്റപ്പ് ചേഞ്ച് എങ്ങനെയുണ്ട് അതൊന്ന് കമൻറ്റ് ചെയ്തേക്ക്. ആൻഡ് ഇവിടെ ഒരു മൂക്കുരുമുണ്ട്, നിങ്ങൾ സ്പോട്ട് ചെയ്തോന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. മാരി സെൽവരാജ് രചനയും സംവിധാനവും ചെയ്ത് വരാനിരിക്കുന്ന ഒരു ഇന്ത്യൻ തമിഴ് ഭാഷ സ്പോർട്സ് ഡ്രാമയാണ് ബൈസൺ. അഭിനയിച്ചിരിക്കുന്നത് ധ്രുവ് വിക്രം ആൻഡ് അനുപമ പരമേശ്വരൻ. ഈ സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് നിവാസ് കെ പ്രസന്നയാണ്. പുള്ളിയാണ് വിജയ് സേതുപതിയുടെ സേതുപതി എന്ന സിനിമയിൽ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഈ സിനിമയുടെ പ്രൊഡ്യൂസേഴ്സിൽ വരുമ്പോൾ ദീപക്, സമീർ അങ്ങനെ 1-2 പേരുണ്ടെങ്കിലും വൺ ഓഫ് ദ പ്രൊഡ്യൂസറായിട്ട് വരുന്നത് ഡയറക്ടർ പാരഞ്ജിത്തും കൂടെ എന്നുള്ളത് വളരെ ഒരു പ്രത്യേക ഒരു കാര്യം കൂടെ തന്നെയാണ്. കാരണം പുള്ളി മാരി സെൽവരാജുമായിട്ടുള്ള ആ ഒരു ബോണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആൻഡ് മാരി സെൽവരാജ് തന്നെയാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ള ഏറ്റവും കാത്തിരിപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക ഘടകം. പുള്ളിയുടെ മാമന്നൻ, കർണൻ, പരിയേറും പെരുമാൾ, വാഴை എല്ലാം നിങ്ങൾക്ക് അറിയാം. ഏതാണ് മാസ്റ്റർ പീസ് എടുക്കേണ്ടത്, ഏതാണ് കൾട്ടായിട്ട് എടുക്കേണ്ടതെന്ന് അറിയാത്ത രീതിക്കാണ് പുള്ളി എടുക്കുന്നത്. സോ ഇതും അത്രയും വലിയൊരു ട്രെയിൻഡ് ആയിട്ട് ഒരു വലിയ എഫേർട്ടൊക്കെ ഇട്ടിട്ടാണ് ഈ സിനിമയും വരുന്നത്. സോ അതിൻ്റെ ട്രെയിലർ നമുക്ക് കാണാം. വിക്രം മ്യൂസിക് പഴയ കാലഘട്ടത്തിലാണ് തോന്നുന്നു, 90 ബൈസൺ അതിന്റെ കൊമ്പ് തെക്ക അപ്പൊ പെലയുണ്ട്. ഏതാ നമ്പർ? കബഡി ഒരു കനവ്. കബഡി 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 கபடி கபடி கபடின்னா உனக்கு அவ்வளோ பிடிக்குமா என்ன? நம்ம ஊரில் பிறந்துட்டு கபடி பிடிக்காம வேணாது இருப்பானா? ഇത് ഒരു സ്പോർട്സ് ബേസ്ഡ് ഡ്രാമയാണെന്ന് പറഞ്ഞ് കബഡിയാണ് ഇതിൽ ബേസ്ഡ് ആയിട്ട് വരുന്നത്. நான் அதே கபடி தான் கடைசியாக என் புள்ளி எங்கே கொண்டு போய் நிறுத்தணும்னு தெரியும். நம்ம ஊர் காட்டில் இருக்கிற சின்ன சின்ன கோவலை எவ்வளோ பெரிய ரவுடித்தனமா மாறி உங்களுக்கு தெரியுமோ தெரியாது, எனக்கு தெரியும். ലാല് മാരി സെൽവരാജിന്റെ സിനിമയിലെ ഒരു പ്രധാന ഘടകമായിട്ട് ഞാൻ അതായത് കർണലില് ലാലുണ്ട്, പിന്നെ ഈ സിനിമ മാമന്നലില് ലാലുണ്ട്, ഇപ്പൊ ഇതില് അമീറുണ്ട്. இந்த மாதிரியான ஊர்ல எங்களை மாதிரி ஆளுங்க புதிய தூக்கி முன்னாடி வைக்காம கத்திய தூக்கி முன்னாடி வச்சா குத்தி கிழிச்சு போட்டு போயிடுவாங்க. நீ என்ன பண்ணுவ? என்ன பண்ணுவ? இதுக்கு தான்ல உனக்கு கபடியே வேணா ஒரு மண்ணு வேணான்னு தலைவான அடிச்சுக்கிட்டேன். வந்த வழியில வம்பு விலை കൊടുത്തു വാങ്ങി. ഇതില് പറയുന്ന ബൈസൺ കാലമാടൻ, അതായത് ഒരു അടങ്ങാത്ത ആളെന്നാണ് ഇതിൽ പുള്ളിയെ ഉദ്ദേശിച്ച് വെച്ചിരിക്കുന്നത്. അങ്ങനെയാണ് സിനിമയുടെ മുമ്പുള്ള പോസ്റ്റേഴ്സും കാര്യങ്ങളിലും പറയുന്നതാണ്. ധ്രുവ് ഒരു അടങ്ങാത്ത ആള്, ബൈസൺ കാലമാടൻ. விலை கொடுத்து வாங்கிட்டியா? சத்தியம் பண்ணல, கபடி மயிரின் கடந்து அலைய மாட்டேன்னு சத்தியம் பண்ணு. சத்தியம் பண்ணு. കബഡി ബേസ്ഡ് ഫിലിമും കൂടെ ആയതുകൊണ്ട് ഫുൾ കബഡി തന്നെയാണ് ട്രെയിലറിൽ. கிட்டான் பத்தாதுரா, இது பத்தாது. உன் கையை உடைச்சாலும் சரி, காலை உடைச்சாலும் சரி, நீ ஓடிக்கிட்டே இரு. மேல மேல போகணும், அந்த டாப்புக்கு போகணும், உச்சத்துக்கு போகணும். அப்பதான் நாமெல்லாம் இங்க ஒரு ஆளாவே தெரியும். டேய் நீ கிளம்புடா.
ഫ്രം മാരി സെൽവരാജ്. ഒക്ടോബർ 17. ഞാൻ പറഞ്ഞില്ല ബൈസൺ കാലമാടൻ. എനിക്ക് തോന്നുന്നു ഇതും ഒരു പൊളിറ്റിക്കലി ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്ന സിനിമ തന്നെ ആയിരിക്കും മാരി സെൽവരാജിൽ നിന്ന്. അതായത് കാലൊടച്ചാലും കൈയൊടിച്ചാലും അവിടെ നിർത്താതെ ആ വേദന മാറ്റി നീ എണീറ്റ് പോ, നിന്റെ നേടാനുള്ള എങ്കിലേ നമ്മളൊരാളെന്ന് അവന്മാരെ അറിയൂ, അല്ലെങ്കിൽ നമ്മളൊരാളെന്ന് അവന്മാരെ കാണിക്കാൻ പറ്റൂ. ഇതിലും എനിക്ക് തോന്നുന്നു ആ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു ഉയർത്തെഴുന്നേൽപ്പ് അല്ലെങ്കിൽ പാവപ്പെട്ടവൻ്റെ ആ ഒരു സങ്കടം, അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാവും. അത് തന്നെയാണ് സ്പോർട്സിലൂടെ പറയുന്നത്. എനിക്ക് തോന്നുന്നു സ്പോർട്സിൽ യൂഷ്വലായിട്ട് നമ്മൾ കാണുന്ന ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ വലിയ ആൾക്കാർ കളിക്കുന്ന ഒരു പഴയ ആൾ അല്ലെങ്കിൽ പാവപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ തഴഞ്ഞു വിടും. ആ സെറ്റപ്പൊക്കെ ഇതിലും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് പക്ഷേ മാരി സെൽവരാജ് ആ മേക്കിങ്ങും ആ ഒരു കണക്ഷനൊക്കെ കൊണ്ടുവരുമ്പോൾ ആ ഒരു ഗൂസ്ബംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും സിനിമയിൽ. പുള്ളി അതാണ് ഉദ്ദേശിക്കുന്നത്. പുള്ളിയുടെ സിനിമയൊക്കെ കാണുന്നവർക്ക് അറിയാം പുള്ളി എങ്ങനത്തെ ഒരു ജോണറിലാണ് സിനിമ എടുക്കുന്നതെന്ന്. ആൻഡ് ധ്രുവ് നന്നായിട്ട് ഇതിൽ എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഒരു കാലമാടൻ ടൈപ്പായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഒരു വെറിയൻ, ഒരു ദേശീയ, അങ്ങനെയൊക്കെയാണ്. കബഡിയും നന്നായിട്ട് ഇൻ്റർവ്യൂസിലും പറയുന്നുണ്ട് കബഡിക്ക് വേണ്ടി ഒരുപാട് എഫേർട്ടും കാര്യങ്ങളൊക്കെ എടുത്തതെന്ന്. ആൻഡ് ഇതിൽ മറ്റൊരുപാട് അഭിനേതാക്കളും ഉണ്ട്. എല്ലാവരും നിങ്ങൾക്കറിയാം എല്ലാവർക്കും സമാനമായ റോൾ എന്തായാലും ഇതിൽ കാണും. കാരണം ഇപ്പം ലാലുണ്ട്, അമീറുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ സിനിമ കണ്ടിട്ട് ബാക്കി പറയാം. ഈ ദീപാവലിക്ക് ഇപ്പോൾ ഇത് 3ാമത്തെ സിനിമയാണ്. ഇനിയിപ്പം ഡ്യൂഡുണ്ട്, ബൈസൺ, പിന്നെ ദീപാവലി ഒരു സിനിമ ഡീസൽ സിനിമയും കൂടെ ഉണ്ട്. വേറെ ഒരു സമുദ്രകനിയുടെ ഒരു സിനിമയും കൂടെ ഉണ്ട്, ഒരു ചെറിയൊരു സിനിമ. ആൻഡ് ഇതൊക്കെ ചേർത്ത് 4 പടമാണ് ദീപാവലിക്ക്.